നമസ്കാരം. ഒരു കസേരയും 3 കക്ഷികളും കൂടാതെ ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും കേരളത്തിന് മുഖ്യമന്ത്രിയാകാം. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സതുദ്ദേശത്തോടുകൂടി ചെയ്തൊരു കാര്യമാണ്. കാരണം രാജ്യം നിലനിന്ന സമയത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ വെച്ചുള്ള ഭരണഘടനയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ നമുക്കൊരാളിനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒഴിവാക്കാനുള്ള അവസരം കൂടിയാണ് എന്ന് മറ്റു ചിലർ ചിന്തിച്ചാലോ എന്നുള്ളതും ഇതിൻ്റെ പിന്നിലുണ്ട്. കെ.സി. വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും വി.ഡി. സതീശനായാലും മൂന്ന് വ്യക്തികളാണ്, 3 ആശയങ്ങളുള്ളവരാണ്, 3 രീതിയിലുള്ള സമീപനമുള്ളവരാണെന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം. ഞാൻ സീനിയറാണ് എന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല നടക്കുന്നത്. സീനിയറായ അദ്ദേഹം 16 തൊട്ട് 21 വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് എന്തുണ്ടാക്കി എന്ന ചോദ്യം എതിർ കക്ഷികൾ ചോദിക്കുന്നു. അവസരം കാത്തിരുന്ന ഒരു വ്യക്തി അവസരം വന്ന സമയത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഇറങ്ങുന്ന ഒരാളെന്ന രീതിയിലാണ് കെ.സി. വേണുഗോപാലിനെ എല്ലാവരും കാണുന്നത്. കെ.സി. വേണുഗോപാൽ വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും. വി.ഡി. സതീശൻ വന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ട, മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒഴിഞ്ഞ ഒരു സ്ഥാനവും വേണ്ട എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞു എന്നാണ് പുറത്തറിയുന്നത്. എന്തായാലും മാഡം സോണിയാജിയുടെ മുമ്പിൽ കാര്യങ്ങൾ എത്തിയിരിക്കണം. എന്നാൽ പിന്നെ ഇത് നേരത്തെ പോരായിരുന്നു. ഈ 3 പേരോടെ ചെന്ന് സോണിയാഗാന്ധിയുടെ അടുത്ത് മാഡം രക്ഷിക്കണമെന്ന് പറഞ്ഞ് തങ്ങളുടെ കഴിവുകളും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരത്തിക്കാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും പെട്ടെന്ന് തീരുമാനം എടുക്കുകയും ചെയ്തതിന് ഒരുത്തരും മിണ്ടത്തുമില്ലായിരുന്നു. ഇതിത്രയും അലമ്പാക്കി കുളവാക്കി അവസാനം അവരുടെ മുമ്പിലേക്ക് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് മാഡം പറയുന്നതാണ് തീരുമാനമെങ്കിൽ മാഡത്തിനെ അങ്ങ് ഏൽപ്പിച്ചാൽ പോരായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഏകാധിപത്യം ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ടോ എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ഇതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ തെറ്റു പറയരുത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് കഴിഞ്ഞ ദിവസം ഈ പ്രശ്നത്തിൽ പൊതുനിരത്തിലുള്ള എല്ലാവിധ അഭ്യാസങ്ങളും ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് 3 നേതാക്കന്മാരും പോസ്റ്ററുകളും ബാനറുകളും എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ മാറ്റുകയും ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയായിരുന്നു ഈ പോസ്റ്റർ വെച്ചിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ നേതൃത്വം ഈ 3 സാറന്മാരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ തീരുമാനമെടുക്കും, ആ തീരുമാനം നിങ്ങൾ 3 പേരും അനുസരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, നമുക്ക് കിട്ടുന്നൊരു വാർത്ത അനുസരിച്ച് കെ.സി. വേണുഗോപാൽ ഏറ്റവും അവസാനം സ്ഥാനം വേണ്ട എന്ന് ഒഴിഞ്ഞതായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ പിന്നെ വരാൻ പോകുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയാണ്. ഈ 2 മണ്ടന്മാരോടെ ചേർന്നാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇവർ 2 കൂടെ യോജിച്ച് നിന്നിരുന്നെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഈ കടുവെട്ട് വെട്ടാൻ വരുന്ന ആളിനെ അപ്പോഴേ വിട്ടു നിർത്താമായിരുന്നു. അതിന് പകരം 2 കൂടെ കിടന്നടിച്ച് അതിന് ഏറ്റവും കാരണക്കാരനായത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനം പൊതുനിരത്തിൽ വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടാണ് നമുക്കറിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല കുറേ വർഷങ്ങളായിട്ട് ഈ മാറ്റം കാണുന്ന ആൾ തൊട്ട് കൊച്ചു പിള്ളേരോട് വരെ പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്നാലും സംഭവിക്കാൻ പോകുന്ന ഇതാണ്, രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നു, വി.ഡി. സതീശൻ KPCC പ്രസിഡന്റ് ആകുന്ന എന്ന രീതിയിലുള്ള ഫോർമുലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ മുരളീധരൻ ആഭ്യന്തര വകുപ്പ് കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതിന് കാരണമാകുന്നത് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ അടിമേടിച്ചതിന് ഒരു പരിഹാരം എന്തായാലും വേണം. അതിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ രമേശ് ചെന്നിത്തല ഒരിക്കലും തയ്യാറാവില്ല. കാരണം അദ്ദേഹം സഹാനുഭൂതി കൊണ്ട് ഇവരൊക്കെ കൂടെ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. CPM ആയാലും BJP ആയാലും ഇവരെ തോളെ കൊണ്ട് നടക്കാനാണ് നടക്കുന്നത്. പിന്നെ മറ്റു ചില ചാർട്ടേഡ് വിമാനത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ചാനൽ കേരളത്തിന് പുറത്തിരുന്ന് ഉണ്ടാക്കിയെടുക്കുകയും കെ.സി. വേണുഗോപാലിന് വേണ്ടി നടത്തിയ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ എന്ന രീതിയിൽ അവർ നടത്തിയ ഒരു സംഭവമാണെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. ഇതൊക്കെ കണ്ട് കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് ജനം ഇപ്പോഴും ഇരിക്കുന്നത്. സത്യത്തിൽ ഒരു നേതാവ് മാത്രം ഉള്ളതെന്ന് നല്ലത്. അതാ ഈ CPMൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒരുത്തനെ കാണത്തുള്ളൂ, അയാൾ പറയുന്ന ബാക്കിയെല്ലാം കടക്കട പുറത്തെന്ന് പറയുമ്പോൾ പോകുന്നവന്മാരാണ് ബാക്കിയുള്ളതെല്ലാം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ നടക്കുകയാണ്. എന്തായാലും തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മാഡം സോണിയാഗാന്ധി കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് വരും ദിവസങ്ങളിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഗാഡ്ഗെ അവിടുന്ന് പോയി, പുള്ളി അവിടെ ഇല്ല, പുള്ളി ബാംഗ്ലൂരിൽ പോയി. ഇനിയും അദ്ദേഹം 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇപ്പോൾ വരുന്ന വാർത്ത ഇത് തന്നെയാണ്. ഇനി ഗാഡ്ഗെയും അവിടുത്തെ ത്രിമൂർത്തികൾ, ഗാഡ്ഗെ പിന്നെ നമ്മുടെ രാഹുൽ, സോണിയ, ഈ 3 പേരോട് ചേർന്ന് തീരുമാനിക്കും. സോണിയ പറയും ഈ 3-ൽ സതീശൻ, രമേശ്, വേണു ഇങ്ങനെ ഓരോന്നോരായിട്ട് മടക്കും. കുത്താന വരമ്പൽ എന്നിങ്ങനെ കുത്തി അവസാനം വരുന്ന വിരളി വരുന്ന ആൾ മുഖ്യമന്ത്രി. ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. കഷ്ടമാണ്, അല്ലതൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.